മദീനയിൽ പോകാൻ നസീബുണ്ടാകണേ എന്ന് എഴുതിയ ഉറുദു കവി രണ്ടാമത്തെ വരി എഴുതി വെച്ചത് എന്താണെന്നറിയോ? ജാനാ നസീബുഹോ ഫിർ ന ആനാ നസീബുഹോ. പോകാൻ നസീബുണ്ടാകണേ, പോയിട്ട് വരാൻ നസീബുണ്ടാകരുതേ, അവിടെ തന്നെ വെച്ച് മരണം തരയണമേ എന്നാണ് ഒരു കവി ദുആ ചെയ്യുന്നത്. മദീനയിൽ വെച്ച് ആര് മരിച്ചാലും ഖബർ എവിടെയെന്നറിയോ? ബഖീലാണ്. ഇപ്പോഴും ആര് മരണപ്പെട്ടാലും റസൂലുള്ളാഹിന്റെ കുടുംബം കിടക്കണേ, സഹാബത്ത് കിടക്കണേ, ഫാത്തിമ കിടക്കണേ, ആയിഷ കിടക്കണേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും കിടക്കണേ, ഇമാം ഹസൻ കിടക്കണേ, സ്വർഗത്തിന്റെ സന്തോഷ വൃത്താന്തം അറിയിക്കപ്പെട്ടവരൊക്കെ കിടക്കണേ. ബഖീലുള്ളവർക്ക് പരിശുദ്ധ റസൂൽ ശുപാർശകനാകുമെന്ന് ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്തിൽ ഖബർ പൊട്ടിപ്പൊളരുമ്പോ ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും, പിന്നെ എന്റെ കൂടെ ബഖീലുള്ളവർ എഴുന്നേൽക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കരൾ ഉരുക്കുന്ന ഒരു രംഗുണ്ട്. മസ്ജിദിന്റെ കുബ്ബ ഒരു ഭാഗത്ത്, തൊട്ടടുത്ത് ബഖീ ഖബർസ്ഥാൻ. അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. നബിയുടെ ഏക മകൻ ഇബ്രാഹിം അവിടെയാണ്. ഈ പച്ച കുബ്ബയും മസ്ജിദിന്റെ ഈ ഒരു പരിസരവും ബഖീ ഖബർസ്ഥാനും കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവന്റെ കരൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണ്. മസ്ജിദിൽ നിന്ന് ഇറങ്ങിയിട്ട് ബഖീലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്ന് നിൽക്കുമ്പോ ഓർത്തുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം.